എബ്രായ ലേഖനത്തിൻ്റെ ഈ പഠനം അല്ലെങ്കിൽ ബൈബിൾ സ്റ്റഡിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ചില ആമുഖ വിഷയങ്ങൾ നമുക്ക് ഒരുമിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എബ്രായ ലേഖനം പ്രധാനമായും പ്രതിപാദിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ദ സുപ്പീരിയോറിറ്റി ഓഫ് ക്രൈസ്റ്റ്. അതാണ് എബ്രായ ലേഖനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട താക്കോൽ വിഷയം. ദി റിയൽ ക്രൈസ്റ്റ്, സുപ്പീരിയോറിറ്റി ഓഫ് ക്രൈസ്റ്റ്. എന്നാൽ ഈ എബ്രായ ലേഖനം പഠിക്കാനായിട്ട് നമുക്ക് പഴയ നിയമത്തിലെ ചില വസ്തുതകളും മനസ്സിലാക്കേണ്ടത്, പാരലലി അതുകൂടെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ എബ്രായ ലേഖനം മനസ്സിലാക്കാനായിട്ട് കഴിയുകയുള്ളൂ. ബിക്കോസ് എബ്രായ ലേഖനത്തിൻ്റെ പല വിഷയങ്ങളും പഴയ നിയമ വസ്തുതകളോടൊപ്പം ചേർത്ത് നിർത്തിയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലേവ്യ പുസ്തകമാണ് എബ്രായ ലേഖനത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പ്രൈസ് ദി ലോർഡ്. പഞ്ചഗ്രന്ഥങ്ങളിൽ തന്നെ ലേവ്യ പുസ്തകമാണ് ഇച്ചിരി ടഫ് എന്ന് നമുക്ക് തോന്നും. കാരണം യാഗങ്ങൾ, ഉത്സവങ്ങൾ, അതിൻ്റെ സമാഗമന കൂടാരം, അതിൻ്റെ ഉപകരണങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ അതിനകത്തുണ്ട്. ലേവ്യ പുസ്തകം പഞ്ചഗ്രന്ഥങ്ങളിൽ അല്ലെങ്കിൽ ദി പെൻറ്റാറ്റുക്കിലെ വളരെ ഗഹനമായൊരു പുസ്തകമാണ് ലേവ്യ പുസ്തകം. അപ്പോൾ ലേവ്യ പുസ്തകം മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ എബ്രായ ലേഖനവും മനസ്സിലാക്കാനായിട്ട് കഴിയുകയുള്ളൂ. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഘടന നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എബ്രായ ലേഖനം വളരെ ആഴത്തിൽ ചിന്തിക്കാനും പഠിക്കാനും ഒക്കെ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു വലിയ പുസ്തകമാണ്. ഞാൻ ഈ എബ്രായ ലേഖനത്തിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ചില കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിപ്പാനായിട്ട് കഴിയുന്ന ചില വസ്തുതകളുണ്ട്. അത് ഒരുമിച്ച് ഞാൻ നിങ്ങളോട് സംസാരിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ജസ്റ്റ് ലെറ്റ് മീ ഓക്കെ. ഞാനൊരു ചെറിയ ഇമേജ് നിങ്ങളെ കാണിക്കാം. ആ ഇമേജ് ഇതിൻ്റെ ഒരു മുഴുവനായിട്ടുള്ളൊരു ഒരു ബ്ലൂ പ്രിൻ്റ് പോലെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു രൂപരേഖ എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. നിങ്ങൾക്ക് വലിയ സ്ക്രീനിലോ ടി വിയിലോ ലാപ്ടോപ്പിലൊക്കെ ഉള്ളവർക്ക് ഇച്ചിരി നന്നായിട്ട് വിശാലമായിട്ട് കാണാനായിട്ട് കഴിയും. എബ്രായ ലേഖനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് അതിനകത്ത് ഒരു ഭാഗം മുഴുവൻ ഇൻസ്ട്രക്ഷൻസാണ്. റോമാലേഖനത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ഭാഗം മുഴുവൻ ഉപദേശങ്ങളാണ്. എന്നിട്ട് അടുത്തൊരു ഭാഗമാണ് അതിൻ്റെ പ്രായോഗികമായ വിഷയങ്ങളെ, പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നതായ എക്സോട്ടേഷൻ, പ്രബോധനങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഏകദേശം 9-ാമത്തെ അധ്യായം വരെയും ഒരു വലിയ നീണ്ട ഉപദേശത്തിൻ്റെ അനുഭവത്തിൽ കാണുമ്പോൾ 10-ാം അധ്യായം മുതൽ അതൊരു എക്സോട്ടേഷൻ ആയിട്ട് നമുക്ക് ഒരു പ്രബോധനമായിട്ട് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല പ്രധാനപ്പെട്ട 3 തിരിവുകൾ ഇതിനകത്തുള്ളത്. ഒന്ന്, ഇതിനകത്ത് യേശു ക്രിസ്തുവിനെ ഒരു മഹാപുരോഹിതനായിട്ടാണ് ഈ ലേഖനകർത്താവ് ലേഖനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നത്. വാട്ട് വി നമുക്ക് എന്താണുള്ളത്? നമുക്കുള്ളത് ഡിവൈൻ പ്രീസ്റ്റ്, ഒരു ദൈവിക പുരോഹിതൻ, അല്ലെങ്കിൽ ശ്രേഷ്ഠ പുരോഹിതൻ, അപ്പോസ്തോലിക പുരോഹിതൻ, അങ്ങനെ വേണ്ട വിവിധങ്ങളായ പുരോഹിതൻ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ ഒരു ശ്രേഷ്ഠ പുരോഹിതൻ എന്ന നിലയിൽ നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുകയാണ്. അതിനുശേഷം ഒരു ഇടഭാഗം, അല്ലെങ്കിൽ ഒരു 8-ാം അധ്യായം മുതൽ വി ഹാവ് സച്ച് എ ഹൈ പ്രീസ്റ്റ്, നമുക്കിങ്ങനൊരു മഹാപുരോഹിതൻ ഉള്ളത് കൊണ്ടുള്ള വസ്തുത, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്ന നിലയിലാണ് ഒരു 3 അധ്യായങ്ങൾ വിശദീകരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്കൊരു മഹാപുരോഹിതൻ ഉള്ളത് കൊണ്ട്, ഞങ്ങൾക്കൊരു മഹാപുരോഹിതനായ യേശുക്രിസ്തു ഉള്ളതുകൊണ്ട്, വാട്ട് വി നീഡ് ടു ഡു, ലെറ്റ് us ഡു സംതിങ് എന്ന നിലയിൽ ബാക്കിയുള്ള ഭാഗങ്ങൾ വിശദീകരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ ക്രൈസ്റ്റ് ദ സൺ ഓഫ് ഗോഡ്, ക്രൈസ്റ്റ് സൺ ഓഫ് മാൻ, ക്രൈസ്റ്റ് ദ പ്രീസ്റ്റ്, ക്രൈസ്റ്റ് ദി വേ, ഇങ്ങനെയൊക്കെ പല ആശയങ്ങൾ ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത്രയും മാത്രം ചിന്തിക്കുക. ഈ ലേഖനം, എബ്രായ ലേഖനം മുഴുവനും യേശു ക്രിസ്തുവിൻ്റെ സുപ്പീരിയോറിറ്റി ആൻഡ് ജീസസ് ക്രൈസ്റ്റ് ദ ഒൺലി പ്രീസ്റ്റ്
ഏകമധ്യസ്ഥൻ എന്നുള്ള വിഷയങ്ങളിലൊക്കെയും നമ്മളോട് വളരെ ആധികാരികമായിട്ട് സംസാരിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ഇതാണ് എബ്രായ ലേഖനത്തിൻ്റെ ഒരു മുഴുവനായിട്ടുള്ളൊരു ചിത്രം. എന്നാൽ ഇനിയും ഈ എബ്രായ ലേഖനത്തിൻ്റെ വിഷയങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇതാരാണ് എഴുതിയത്, എവിടെ വെച്ചാണ് എഴുതിയത്, ആർക്ക് വേണ്ടിയാണ് എഴുതിയത്, ഇങ്ങനെയുള്ള വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓതർ എപ്പോഴും വലിയൊരു വിമർശനാത്മകമായ വിവാദത്തിലുള്ള ഒരു വിഷയമാണ്. ഇതാരാണ് എഴുതിയിരിക്കുന്നത്? കാരണം ഈ ലേഖനത്തിന് മാത്രം നമുക്ക് ഇതിൻ്റെ രചയിതാവിനെ കുറിച്ച് അവിടെ പരാമർശിച്ചിട്ടില്ല. ബാക്കിയുള്ള എല്ലാ ലേഖനങ്ങളിലും ലേഖനകർത്താവിൻ്റെ പേര് അവിടെ പരാമർശിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് മറ്റ് ലേഖനങ്ങളിലൊക്കെയും എപ്പിസ്റ്റൽ ഓഫ് പോൾ, അപ്പോസ്തലനായ പൗലോസിൻ്റെ ലേഖനം, തിമോത്തിയോസിന് എഴുതിയ ലേഖനം, കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം, റോമ സഭയ്ക്ക് എഴുതിയതായ ദ എപ്പിസ്റ്റൽ ഓഫ് പോൾ ടു ദി ചർച്ചസ് ഓഫ് റോമൻ, ഇങ്ങനെ വളരെ വ്യക്തതയോടെ ആ കാര്യം പരാമർശിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് ഇത് റോമാലേഖനവും ഫിലോമോൻ്റെ ലേഖനവും തീത്തോസും തിമോത്തിയോസും ഒക്കെ പൗലോസ് എഴുതിയതെന്ന് അൺഡിസ്പ്യൂട്ടബിളി പറയുന്നതെന്ന് ചോദിച്ചാൽ, ഈ സ്ക്രോളുകൾ പഴയ നിയമ അല്ലെങ്കിൽ പണ്ടത്തെ പുരാതന കാലങ്ങളിൽ ഈ എഴുത്തുകൾ നൽകി കൊടുക്കുമ്പോൾ അതിനകത്തൊരു റെക്ടർ ഒരു ഫോമിൽ ഒരു സൈഡിൽ ഈ ഗ്രന്ഥകർത്താവിൻ്റെ പേര് രേഖപ്പെടുത്തുമായിരുന്നു. സോ പോൾസ് നെയിം വാസ് ബീൻ റിട്ടൺ അറ്റ് ദി റെക്ടർ സ്പേസ് ഓഫ് എവറി സ്ക്രോൾസ്. ഈ അൺഡിസ്പ്യൂട്ടബിൾ ആയിട്ടുള്ള എല്ലാ ലേഖനങ്ങളിൽ, അൺഡിസ്പ്യൂട്ടബിൾ എന്ന് പറഞ്ഞാൽ പൗലോസ് തന്നെ എഴുതി എന്നതിനകത്ത് യാതൊരു സംശയവുമില്ലാത്ത ലേഖനങ്ങളുടെ എല്ലാം റെക്ടർ ഇൻസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടുണ്ട്, പ്രൈസ് ലോർഡ്, ഇറ്റ് ഈസ് ഫ്രം പോൾ എന്ന് വളരെ വ്യക്തതയോടെ എഴുതിയിട്ടുണ്ട്. എന്നാൽ എബ്രായ ലേഖനത്തിന് മാത്രം അങ്ങനെ ഒരു സവിശേഷമായ പേര് രേഖപ്പെടുത്തിയിട്ടില്ലാത്തതുകൊണ്ട് ഈ ലേഖനം ആരാണ് എഴുതിയതെന്നുള്ളത് ഒരു വേദ പഠിതാക്കളുടെ ഇടയിലും വേദ ചിന്തകന്മാരുടെ ഇടയിലുമൊക്കെയും വിവിധങ്ങളായ അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ ഒട്ടുമിക്ക ദൈവശാസ്ത്രജ്ഞരും നമ്മളെപ്പോലെയുള്ള സാധാരണ വിശ്വാസികളെല്ലാം ഉൾപ്പെടെ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നതും ഇത് പൗലോസ് തന്നെ എഴുതിയതാണ് എന്നതാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് തീർച്ചയായിട്ടും പൗലോസാണോ എഴുതിയത് അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ എഴുതിയെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് കഴിയുകയില്ല. എന്നാലും നമുക്ക് ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് പൗലോസിനായതുകൊണ്ട് നമ്മൾ സ്വാഭാവികമായിട്ട് പൗലോസിനോട് നമുക്കൊരു വലിയൊരു ചായ്വുള്ളത് കൊണ്ട് പൗലോസ് തന്നെയാണ് ഇത് എഴുതിയതെന്ന് നമ്മൾ പറയുമായിരിക്കും. അങ്ങനെ പറയാൻ കാരണങ്ങൾ കൂടിയുണ്ട്, ചുമ്മാ അങ്ങ് പറയുന്നതുമല്ല. അപ്പോൾ ഇവിടെ 3 ഓതേഴ്സ് അല്ലെങ്കിൽ 3 പേരുകൾ ഈ എബ്രായ ലേഖനം എഴുതിയിട്ടുണ്ടെന്നൊരു അസംഷൻസ് ഉണ്ട്. അതിൽ വളരെ പ്രാധാന്യമുള്ള പേര് തന്നെയാണ് പോൾ. ദ ഫസ്റ്റ് അസംഷൻ ഈസ് പോൾ തന്നെയാണ്, പൗലോസ് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അതിന് ചില സൂചനകൾ ഈ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, ഉദാഹരണത്തിന് ഇതിൻ്റെ എബ്രായ ലേഖനത്തിൻ്റെ അവസാന അധ്യായം 13-ാമത്തെ അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ, ആമേൻ. ഇതൊരു സ്പെഷ്യൽ സ്റ്റൈലാണ് പൗലോസിൻ്റെ ലേഖനങ്ങളിലെല്ലാം കാണുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ പ്രസംഗങ്ങളെല്ലാം നിങ്ങളൊന്ന് റെക്കോർഡ് ചെയ്ത് അനലൈസ് ചെയ്താൽ ചില പദങ്ങൾ, ചില പദപ്രയോഗങ്ങൾ, ശൈലികൾ ഒക്കെയും എനിക്കൊരു ആവർത്തനം വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. കാരണം അതൊരു യൂസേജിൻ്റെ ഫെമിലിയാരിറ്റി, യൂസേജിൻ്റെ ആ ഒരു രീതികളൊക്കെ വെച്ച് ചിലപ്പോൾ ചില പദങ്ങൾക്കും ചില സ്റ്റൈലുകളും വളരെ കൃത്യതയോടെ ആവർത്തിക്കപ്പെടുന്നത് നിങ്ങൾക്ക് കാണാൻ ശ്രദ്ധിക്കാൻ കഴിയും. എന്നതുപോലെ പൗലോസിൻ്റെ മിക്ക ലേഖനങ്ങളിലുമുള്ള ഒരു പ്രധാനപ്പെട്ട ഗ്രീറ്റിംഗ് അല്ലെങ്കിൽ ഇങ്ങനൊരു അവസാനിപ്പിക്കുന്നത് കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ഇങ്ങനെയുള്ള ചില പദങ്ങൾ മാത്രവുമല്ല, ചില വൊക്കാബുലറീസ്, ചില പദപ്രയോഗങ്ങൾ, ഇതെല്ലാം സമാഹരിക്കുമ്പോൾ ഇത് പൗലോസ് തന്നെ എഴുതിയതാകാം എന്ന ഒരു ചിന്തയുണ്ട്. മാത്രമല്ല 13-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുമ്പോൾ, സഹോദരനായ തിമോത്തിയോസ് തടവിൽ നിന്ന് ഇറങ്ങി എന്ന് അറിവീൻ, അവൻ വേഗത്തിൽ വന്നാൽ ഞാൻ അവനുമായി നിങ്ങളെ വന്ന് കാണും. അപ്പോൾ തിമോത്തിയുമായിട്ട് വളരെ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ ലേഖനകർത്താവ് എന്ന അവിടെ സൂചനയുണ്ട്.
അപ്പോൾ പൗലോസ് മാത്രമല്ല മറ്റു പലരും തിമോത്തിയോസിനോട് കൂടെ ചേർന്നിട്ടുണ്ട്. എങ്കിൽ കൂടി കൂടുതൽ സാധ്യത പൗലോസിന് കൽപ്പിക്കാൻ കഴിയുന്ന കാരണം തിമോത്തിയോസും പൗലോസും വളരെ അഗാധമായ ബന്ധവും കൂട്ടുപ്രവർത്തകൻ എന്ന നിലയിൽ ഒന്നിച്ച് നിൽക്കാനൊക്കെ അവസരങ്ങൾ ലഭിച്ചിട്ടുള്ളത് കൊണ്ട് അങ്ങനെ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ പൗലോസ് തന്നെയാണ് എന്നുള്ളൊരു ചിന്ത ഒട്ടുമിക്ക ഈ ഉള്ള പ്രയോഗങ്ങളിലൂടെ നമുക്ക് ചിന്തിക്കാനാണ്. അപ്പോൾ തന്നെ അതിന് എതിരെ നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ ആ ലേഖനത്തിൽ വ്യക്തമായ ഒരു പേര് പരാമർശിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ പൗലോസിന് തന്നെയാണോ എന്ന് നമുക്ക് തീർച്ചപ്പെടുത്തി പറയാനായിട്ട് കഴിയുകയില്ല. രണ്ടാമത്തെ ഒരു അസംഷൻ, ഈ ലേഖനം ബർണബാസാണ് എഴുതിയിരിക്കുന്നതെന്ന് പറയാനുള്ളൊരു സാധ്യതയുണ്ട്. ഈ ബർണബാസാണെന്ന് പറയാൻ കാരണം ഈ ബർണബാസ് ഒരു ലേവി ഗോത്രക്കാരനാണ്, അല്ലെങ്കിൽ ലേവി ഗോത്രത്തിൽ ഉൾപ്പെട്ടിരുന്ന വ്യക്തിയാണ്. അപ്പോസ്തലപ്രവൃത്തി 4-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ അറിയാം, ലേവി ഗോത്രത്തിലുള്ള വ്യക്തിയാണ് ബർണബാസ്. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ എബ്രായ ലേഖനത്തിൻ്റെ വിവിധ വിഷയങ്ങൾ പ്രതിപാദിക്കുമ്പോൾ ലേവി ഗോത്രത്തിൻ്റെ അല്ലെങ്കിൽ ലേവ്യനായിരിക്കുന്ന ഒരാൾക്ക് അഗാധമായ അറിവുള്ള യാഗങ്ങളും ഇങ്ങനെയുള്ള മധ്യസ്ഥത, പുരോഹിതൻ, ഇങ്ങനെയൊക്കെയുള്ള പല വിഷയങ്ങൾ അഗാധമായി ബന്ധപ്പെടുത്തിയാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ലേവ്യനാണ് കൂടുതലും ഈ പുസ്തകത്തിൻ്റെ ആധികാരികമായിട്ടുള്ള പഴയ നിയമ വിഷയങ്ങൾ നന്നായി എഴുതാൻ അല്ലെങ്കിൽ പറയാൻ കഴിയുന്നത് ഒരു ലേവ്യനായിരിക്കും എന്നതിൻ്റെ നിഗമനത്തിൽ ലേവ്യ ഗോത്രക്കാരനായ ബർണബാസ് ആയിരിക്കാം മറ്റൊരു വ്യക്തി എന്ന് പൊതുവെ അസ്യൂം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ബർണബാസ് ആകാനും സാധ്യതയുണ്ടെന്നുള്ളത് ഈ വാക്കുകൾ കൂടി നമുക്ക് ഓർക്കാനായിട്ട് കഴിയും. മാത്രമല്ല അതിനും ചില സൈൻസ്, ചില അടയാളങ്ങൾ ഈ ലേഖനത്തിൽ നമുക്ക് കാണുന്നുണ്ട്. ഒന്ന്, എബ്രായ ലേഖനത്തിൻ്റെ 13-ാം അധ്യായത്തിൽ തന്നെ പറയുന്നൊരു വാക്കാണ്. 13-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. 13:22 വായിക്കുന്നത്, സഹോദരന്മാരെ, ഈ പ്രബോധനവാക്യം പുറത്തുകൊള്ളുവിൻ എന്ന് അപേക്ഷിക്കുന്നു. പ്രബോധനവാക്യം. ഈ ബർണബാസിനെ കുറിച്ചുള്ള മറ്റൊരു പേര് തന്നെ എന്താണ്? ബർണബാസിൻ്റെ പേരിൻ്റെ അർത്ഥം തന്നെ പ്രബോധന പുത്രൻ, സൺ ഓഫ് എൻകറേജ്മെൻ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ തന്നെ പറയുന്ന വാക്ക് ദിസ് ഈസ് എൻ എൻകറേജ്മെൻറ്റ്, ദിസ് ഈസ് എൻ എക്സോട്ടേഷൻ, പ്രബോധനവാക്യം. അപ്പോൾ ബർണബാസിൻ്റെ ഒരു ശൈലിയാണത്, ബർണബാസിൻ്റെ ഒരു അപ്രോച്ചാണത്. അപ്പോൾ അത് ബർണബാസ് ആകാനാകും സാധ്യത. ഇങ്ങനെയൊക്കെയുള്ള ചില ശാസ്ത്രീയമായ സമീപനങ്ങൾ കൊണ്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. മറ്റൊന്ന്, ഈ ബർണബാസും അല്ലെങ്കിൽ പിന്നെ ആരായിരിക്കും എന്നുള്ള മറ്റൊരു വേദപഠിതാക്കളുടെ ഇടയിലുള്ള ചിന്തയാണ് അപ്പൊല്ലോസ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊല്ലോസിനെ കുറിച്ച് പറയുമ്പോഴും അപ്പൊല്ലോസും തിമോത്തിയും നല്ല ബന്ധത്തിലുള്ള ആളാണ്. അപ്പൊല്ലോസിനും പൗലോസിനെ പോലെ പല സഭകളുമായിട്ടുള്ള നല്ല ബന്ധം ഉള്ള ആളാണ്. നല്ല നല്ല എന്താ പറയുന്നത്, വാക്സാമർഥ്യമുള്ള വ്യക്തിയാണ് അപ്പൊല്ലോസ്. അപ്പോൾ നല്ല എലക്വൻസി ഉള്ള ഒരു വ്യക്തിയാണ് അപ്പൊല്ലോസ്. അതുകൊണ്ട് നല്ല ഭാഷാശുദ്ധി, വളരെ ഗ്രീക്കിൽ നല്ല അഗ്രഗണ്യനായ വ്യക്തി. ഇതിൻ്റെ മൂലഭാഷ പരിശോധിച്ച് നോക്കിയാൽ നല്ല ക്ലാസിക്കൽ ഗ്രീക്കിലാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് അപ്പൊല്ലോസ് ആയിരിക്കാം ഒരു സാധ്യതയെന്നും വിശേഷിപ്പിക്കുന്നതായ സാഹചര്യമുണ്ട്. അപ്പോൾ 3 അസംഷൻസ് പൊതുവെ വേദപഠിതാക്കൾക്കിടയിലുണ്ട്. ഇതാരാണ് എഴുതിയിരിക്കുന്നത്? ഐദർ ഇറ്റ് മേ ബി പോൾ, ഓർ ഇറ്റ് മേ ബി ബർണബാസ്, ഓർ ഇറ്റ് മേ ബി അപ്പൊല്ലോസ്. എന്നിരുന്നാൽ തന്നെയും നമുക്ക് ഇത് ആരുടെ പേരിൽ കൊടുക്കണമെന്ന് ഇപ്പം ഫൈനലി ഒരു കൺക്ലൂഷൻ പാസ്റ്റർ, ഇത് ആർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ, ഞാൻ ആർക്കും കൊടുക്കുന്നതിനെക്കാട്ടിൽ കൂടുതലായിട്ട് സഭാപിതാവായിരിക്കുന്ന ഒറിഗൻ പറഞ്ഞൊരു പദമുണ്ട്. ഇതാര് എഴുതി എന്നതിനെക്കാട്ടിലുപരിയായി പരിശുദ്ധാത്മാവ് എഴുതിയതാണ്. പരിശുദ്ധാത്മാവ് ദൈവസഭയ്ക്ക് നൽകിയ ആത്മീയ ദൂതാണ്. അതുകൊണ്ട് ആരെഴുതി എന്നതിനെക്കാട്ടിൽ അപ്പുറമായി ദിസ് ക്യാൻ ബി എ ലെറ്റർ ഡ്രിവൺ ബൈ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് നൽകിയ ഒരു ലെറ്ററാണെന്ന് പറയാം. ഇതിനിടയ്ക്ക് മറ്റ് ചില അഭിപ്രായങ്ങളും ഉണ്ട്. ഇത് 1-2 പേർ കൂടി ഒന്നിച്ചെഴുതിയ ലേഖനമാണെന്നും പറയപ്പെടുന്നുണ്ട്. കാരണം ഇവിടെ തേർഡ് പേഴ്സൺ പ്ലൂറൽ ഫോംസ് പലയിടങ്ങളിലും കാണാം. വി എന്നുള്ള പദപ്രയോഗങ്ങൾ പലയിടങ്ങളിലും കാണുന്നുണ്ട്.
ഉദാഹരണത്തിന് 2-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നത്, 5-ാമത്തെ വാക്യം, നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ, വി ഫോർ ഹി ഡിഡ് നോട്ട് സബ്ജക്ട് ടു ഏഞ്ചൽസ് ദ വേൾഡ് ടു കം കൺസേണിങ് വിച്ച് വി ആർ സ്പീക്കിംഗ്, ഞങ്ങൾ സംസാരിക്കുന്ന. അതുപോലെ തന്നെ ഒത്തിരി വാക്യങ്ങളുണ്ട്, ഞാനതൊന്നും എടുത്ത് വായിപ്പിക്കുന്നില്ല. 5:11 കൂടെ ഒന്ന് വായിച്ചുമെന്ന് ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടി. ഇപ്പം 5:11 വായിക്കുന്നത്, ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയുവാനുണ്ട്, വി ഹാവ് സംതിങ് ടു സേ. അപ്പോൾ ഇത് ഒരാൾ പറയുന്നതിനെക്കാട്ടിൽ കൂടുതൽ ഇത് പലര് കൂടി പറയുന്നു എന്നുള്ള ഒരു ആശയമുള്ളത് കൊണ്ട് ഇറ്റ് മേ ബി റിട്ടൺ ബൈ മോർ ദാൻ വൺ പേഴ്സൺ, 2 പേർ കൂടി എഴുതിയതായിരിക്കും. ഒന്നെങ്കിൽ ബർണബാസും അപ്പൊല്ലോസും കൂടെ ചേർന്നതായിരിക്കും, അല്ലെങ്കിൽ ബർണബാസും അപ്പൊല്ലോസും പൗലോസും ചേർന്നായിരിക്കും. അങ്ങനെ ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള ആളുകൾ ഇത് എഴുതി എന്നൊക്കെയും നമുക്ക് കരുതാനായിട്ട് കഴിയും. സോ ദാറ്റ് ഈസ് വാട്ട് ഓൾ അബൌട്ട് ദി ഹൂ റോട്ട് ദിസ് ലെറ്റർ. അപ്പോൾ നമ്മൾ പൗലോസിൻ്റെ പേരിൽ പറയുന്നതിന് തെറ്റില്ല, അപ്പൊല്ലോസിൻ്റെ പേര് പറയുന്നത് തെറ്റില്ല. എന്നാൽ കൂടി പരിശുദ്ധാത്മാവ് ഇത് നമുക്ക് എഴുതി തന്നു. ഒറിഗൻ്റെ വാക്ക് വളരെ പ്രസക്തമാണ്, അത് നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നതായ ഒരു കൺക്ലൂഷനാണ് എന്ന് പറയാം. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ഓതർ. അടുത്തത്, ഇത് ഈ ലേഖനത്തിൻ്റെ ഒരു കമ്മ്യൂണിറ്റി, ആരെയൊക്കെയാണ് ഈ ലേഖനത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രതിപാദിക്കപ്പെടുന്ന ആളുകൾ, ഈ ലേഖനത്തിന് ചുറ്റുപാടുമുള്ള ആളുകൾ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചിലൊരു മീറ്റിങ്ങിൽ പറഞ്ഞതുപോലെ തന്നെ, ദിസ് ഈസ് എ സഫറിങ് ആൻഡ് പെർസിക്യൂട്ടഡ് കമ്മ്യൂണിറ്റി. വളരെ പീഡനങ്ങളും അതുപോലെ തന്നെ ത്യാഗങ്ങളും സഹിക്കുന്ന ഒരു സമൂഹത്തെയാണ് ഈ എബ്രായ ലേഖനം അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ടോട്ടലി അഡ്രസ്സിങ് ടു എ ജൂയിഷ് കമ്മ്യൂണിറ്റി, ഒരു യഹൂദ പശ്ചാത്തലത്തിലുള്ള ആളുകളെയാണ് അഭിസംബോധന ചെയ്യുന്നതെന്ന് പൊതുവെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഈ ലേഖനത്തിൽ ഒരിടത്ത് പോലും ഇത് യഹൂദന്മാർക്ക് വേണ്ടി എന്നുള്ള രീതിയിൽ എങ്ങും പരാമർശമില്ലെങ്കിലും ഇതിനകത്ത് ലേവ്യ പുസ്തകത്തിൻ്റെ യാഗങ്ങൾ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പ്രതിപാദിക്കുന്നത് കൊണ്ടുമെല്ലാം ഇറ്റ് ഈസ് പ്യൂർലി റിട്ടൺ ഫോർ എ ഹീബ്രു. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ തലക്കെട്ട് തന്നെ എബ്രായർക്ക്, ഇറ്റ് ഈസ് ഫോർ ഹീബ്രൂസ് എന്ന് തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സോ ദ കമ്മ്യൂണിറ്റി ടു വിച്ച് ദിസ് ലെറ്റർ ഈസ് മോർ ഓവർ മെൻഡ്, ഇറ്റ് ഈസ് ഫോർ ദി ജൂയിഷ് കമ്മ്യൂണിറ്റി ഹു ആർ ബീൻ പെർസിക്യൂട്ടഡ്, സഫറിങ്, ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, ഇതൊരു സെക്കൻഡ് ജനറേഷൻ ആളുകളാണ്. കാരണം ഇവരാരും എന്ത് ചെയ്തിട്ടില്ല, യേശുവിനെ കണ്ടിട്ടില്ല. യേശുവിനെ കണ്ടിട്ടില്ല, നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒരു സെക്കൻഡ് ജനറേഷൻ ക്രിസ്ത്യൻസ് അല്ലെങ്കിൽ സെക്കൻഡ് ജനറേഷൻ ജൂയിസ് ആയ ഒരു സമൂഹമാണ് ഈ ലേഖനം എഴുതുന്ന സമയത്തുള്ള കമ്മ്യൂണിറ്റി എന്ന് പറയാൻ കഴിയുന്നത്. അപ്പോൾ ആരും ഫസ്റ്റ് ഹാൻഡ് ബിലീവേഴ്സ് അല്ലെങ്കിൽ യേശുവിൽ നിന്ന് നേരിട്ട് ഉപദേശങ്ങൾ പ്രാപിക്കുകയോ കേൾക്കുകയോ ചെയ്ത ഒരു സമൂഹമേ അല്ല, യേശുവിനെ കണ്ടിട്ടില്ലാത്ത ഒരു സമൂഹമാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പ്രതിപാദിക്കാം. അപ്പോൾ ഇത് ആ ഒരു സമൂഹത്തിൻ്റെ ചുറ്റുപാടുകളിൽ നടക്കുന്ന കാര്യമാണ്. അടുത്തത് ഇതിൻ്റെ ഒരു ഡേറ്റാണ്, ഇത് ഏത് സമയത്താണ് എഴുതിയതെന്നുള്ളത്. അതിനോടുള്ള ബന്ധപ്പെട്ട് ഒരു ചിത്രം കൊണ്ട് ഞാൻ കാണിക്കാം. ഇതിനകത്ത് ഒരു ടൈം ലൈൻ നമുക്ക് ശ്രദ്ധിച്ചാൽ, ഈ എബ്രായ ലേഖനം എഴുതിയിരിക്കുന്നത് ഏകദേശം AD 64 68 69 കാലഘട്ടത്തിലാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ 64 67 കാലഘട്ടങ്ങളിലാണ് എന്ന് നമുക്ക് അനുമാനിക്കാനായിട്ട് കഴിയും. കാരണം പൗലോസിൻ്റെ മിഷണറി യാത്രകൾ 46 48 AD സംഭവിക്കുന്നതെന്ന് ചരിത്രത്തിലൂടെ മനസ്സിലാക്കാം. യെരുശലേം കൗൺസിൽ, സുപ്രധാനമായ യെരുശലേം കൗൺസിൽ AD 49 50 നടക്കുന്നത്. ആദ്യത്തെ ലേഖനം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് തെസ്സലോനിക്ക ലേഖനമാണ്. ഫസ്റ്റ് ലെറ്ററിൽ ഒന്നാമത്തെ ലേഖനം എന്ന് പറഞ്ഞാൽ തെസ്സലോനിക്ക ലേഖനം, 1-2 തെസ്സലോനിക്ക ലേഖനമാണ്. അതിനുശേഷം റോമ ചക്രവർത്തി നീറോ റോമിലെ ചക്രവർത്തിയായി വാഴുന്നു. വലിയ പെർസിക്യൂഷൻസ് ഉണ്ടാകുന്നു. പൗലോസിൻ്റെ മിഷണറി യാത്രകൾ നൽകുന്നു. പൗലോസിനെ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുന്നു. അതിനുശേഷം 63 66 കാലഘട്ടങ്ങളിൽ എഫേസ്യ ലേഖനം, ഫിലിപ്പിയ ലേഖനം, കൊലോസ്യ ലേഖനം, ഫിലോമോൻ്റെ ലേഖനമൊക്കെ ആ കാലഘട്ടത്തിൽ എഴുതിയെന്ന് പൊതുവെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനൊക്കെ ശേഷമായിട്ട് ആണ് എബ്രായ ലേഖനം, ഞാൻ പറഞ്ഞത് സെക്കൻഡ് ജനറേഷൻ ആളുകളുടെ സമയത്തേക്ക് വന്നപ്പോഴാണ് എബ്രായ ലേഖനം എഴുതുന്നത്. എന്നാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവമാണ് യെരുശലേം ദേവാലയം നശിക്കപ്പെടുന്നത്, ഡിസ്ട്രക്ഷൻ ഓഫ് ജെറുസലേം. അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഡേറ്റ് AD 70.
AD 70 അശേഷമായിട്ട് യഹൂദന്മാരുടെ ദേവാലയം തകർക്കപ്പെടുന്ന ഒരു സമയം. അപ്പോൾ ഈ ലേഖനങ്ങളിൽ ഒരിടത്തും, അല്ലെങ്കിൽ വേദപുസ്തകത്തിൻ്റെ ലേഖനങ്ങളിലോ സുവിശേഷങ്ങളിലോ ഒരിടത്ത് പോലും യെരുശലേമിൻ്റെ എന്താ പറയുന്നത് ദേവാലയം തകർക്കപ്പെടുന്നത് പരാമർശിച്ചിട്ടില്ല. കാരണം അത് അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു ദേവാലയം തകർക്കപ്പെടുന്നത് ആരെങ്കിലും ഒന്ന് പറഞ്ഞേനായിരുന്നു. അപ്പോൾ ഈ ലേഖനങ്ങളൊക്കെ ഒരു AD 70 ഉള്ളിൽ എഴുതപ്പെട്ടതാണ് എന്ന് നമുക്ക് കരുതാനായിട്ട് കഴിയും. അല്ലെങ്കിൽ അതിന് ശേഷവും എഴുതപ്പെട്ടു എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ടെങ്കിലും കൂടുതലും സാധ്യത ഈ മേജർ ഡിസ്ട്രക്ഷൻ ഓഫ് ജെറുസലേമിൻ്റെ ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നതിന് മുമ്പാണ് ഈ ലേഖനങ്ങൾ എഴുതപ്പെട്ടത്. അങ്ങനെയെങ്കിൽ വി ക്യാൻ അസ്യൂം ദാറ്റ് ഹീബ്രൂസ് may be written during the time of AD 64 to 67 or 68. That would be an ideal time. നമുക്കിതൊന്നും അറിയത്തില്ല, അതുകൊണ്ടാണ് അപ്രോക്സിമേറ്റ്ലി നമ്മൾ പറയുന്നത്. കൃത്യം ഡേറ്റും അതിൻ്റെ വസ്തുതകളൊന്നും നമുക്ക് പറയാൻ കഴിയാത്തത് കൊണ്ട് വി കനോട്ട് റിയലി അസ്യൂം ഇൻ വിച്ച് ഡേറ്റ് ഇറ്റ് ഈസ് ബീൻ റിട്ടൺ. അപ്പോൾ ഏകദേശം 67 AD 67, 65, 67, 69 ഇടയിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. 70 ശേഷമാകാൻ സാധ്യതയില്ല എന്ന് പൊതുവെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ എഴുതിയ ആളാരാണ്, ഏത് കമ്മ്യൂണിറ്റിക്കാണ് എഴുതിയത്, ഏത് ദിവസം ഏത് കാലഘട്ടത്തിലാണ് എഴുതിയതെന്നൊക്കെയും നമ്മൾ ചിന്തിച്ചുവെങ്കിലും ഇനിയൊരു മേജർ റെസിപ്പിയൻറ്റ്, ഈ ലേഖനം ആർക്ക് വായിക്കാനാണ് ലേഖനകർത്താവ് എഴുതി കൊടുക്കുന്നത്? സോ മേജർ റെസിപ്പിയൻറ്റ് ആരാണിത് ഏറ്റവും അധികമായി വായിക്കാൻ? നമുക്കറിയാം കൊരിന്ത്യ ലേഖനം, റോമാ ലേഖനം, ഇതൊക്കെ ആ റോമിലുള്ള സഭയ്ക്ക്, കൊരിന്തിലുള്ള സഭയ്ക്ക്, തിമോത്തിയോസിൻ്റെത് വ്യക്തിപരമായിട്ട് കൊടുക്കുന്ന ലേഖനം, ഫിലെമോനിന് വ്യക്തിപരമായിട്ട് കൊടുക്കുന്ന ലേഖനം, യോഹന്നാൻ, ഇങ്ങനെയൊക്കെയുള്ള പല ലേഖനങ്ങളുണ്ട്. സോ കൺസേണിങ് ടു ദ റെസിപ്പിയൻസ്, ഈ ഇതിൻ്റെ എല്ലാം സ്വീകരിക്കുന്ന വ്യക്തി, വായിക്കേണ്ട വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അതിനകത്തും 3 ഗ്രൂപ്പ് ഓഫ് ആളുകളെ നമുക്ക് അഭിസംബോധന ചെയ്യാൻ കഴിയും. ഒന്ന്, ഹീബ്രൂസ്, എല്ലാം എബ്രായർ അല്ലെങ്കിൽ യഹൂദന്മാരെ സംബന്ധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് ഒരു ജാതീയ ഫോക്കസ് ഇതിനകത്ത് ഇല്ല എന്നുള്ളത് ഒരു ചിത്രം ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പൗലോസ് അല്ല എന്നുള്ളതിൻ്റെ വാദം ഇച്ചിരി മുറുകുന്നതിനുള്ള കാരണം ഇത് പൗലോസ് വിജാതിയരുടെ സുവിശേഷകനായിരുന്നത് കൊണ്ട് എപ്പോഴും ഒരു ജാതീയ പശ്ചാത്തല ആളുകളെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. എന്നാൽ എബ്രായ ലേഖനത്തിൽ അങ്ങനെ ഒരു വസ്തുത പരാമർശിക്കപ്പെടുന്നില്ല. അപ്പോൾ ഹീബ്രൂസ് 3 കൂട്ടരെ ഇത് അഭിസംബോധന ചെയ്തു എന്ന് നമുക്ക് കണക്കാക്കാം. ഒന്നെങ്കിൽ ഇത് ഹീബ്രൂസ് കമ്മിറ്റഡ് ടു ക്രൈസ്റ്റ്, കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടതായ എബ്രായർ അല്ലെങ്കിൽ എബ്രായ വിശ്വാസികൾ എന്ന് തന്നെ പറയാം. കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച എബ്രായ വിശ്വാസികൾ, എബ്രായ ക്രിസ്ത്യാനികൾ. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ നമുക്ക് പറയാൻ കഴിയുന്നത് ഇറ്റ് ഈസ് ഹീബ്രൂസ് ഇൻ്റലക്ച്വലി കൺവിൻസ്ഡ്, അതായത് ബുദ്ധിപരമായിട്ട് ഈ പഴയ നിയമം കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ പഴയ നിയമമൊക്കെ നന്നായിട്ട് അറിയാവുന്ന, പഴയ നിയമമൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള, പഴയ നിയമത്തിൻ്റെ വസ്തുതകൾ പൊരുൾ തിരിച്ച് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാക്കാൻ പ്രാപ്തിയുള്ള, കുറച്ചുകൂടെ ബുദ്ധിപരമായി ചിന്തിക്കുന്ന, ഭൗതിക തലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു കൂട്ടരെ അല്ലെങ്കിൽ എബ്രായരെ ആയിരിക്കാം ഇത് വായിച്ച് കേൾക്കാനായിട്ട് ആഗ്രഹിച്ചത് ഈ ലേഖനകർത്താവ്. ഒന്നുകിൽ എബ്രായരിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന ക്രിസ്ത്യാനികൾ, അല്ലെങ്കിൽ എബ്രായരായിരിക്കുന്നതായ എബ്രായ വിശ്വാസങ്ങൾ നന്നായി മനസ്സിലാക്കിയിട്ടുള്ള, ഇൻ്റലക്ച്വലി കൺവിൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ. ഇതല്ല എങ്കിൽ ഈ എബ്രായ ലേഖനം അല്ലെങ്കിൽ എബ്രായ പശ്ചാത്തലം അറിയാത്തവരോ അല്ലെങ്കിൽ ക്രിസ്തുവിനെ അറിയാത്തവരായിട്ടുള്ള എബ്രായർ എന്നുള്ള നിലയിലും വേണമെങ്കിൽ ഇതിനെ ചിത്രീകരിക്കാം. അപ്പോൾ ഇത് എബ്രായർക്കാണ് പൂർണ്ണമായിട്ട് എഴുതിയിരിക്കുന്നത്. അതൊന്നെങ്കിൽ ക്രിസ്ത്യാനികളായിട്ടുള്ള എബ്രായർ, യഹൂദന്മാരായി നിലനിൽക്കുന്ന എബ്രായർ, അല്ലെങ്കിൽ യഹൂദ മതത്തെക്കുറിച്ചോ ക്രിസ്ത്യാനിയത്വത്തെക്കുറിച്ചോ ആഴമായ ഒരു അറിവുമില്ലാത്ത ഒരു സമൂഹം. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ആളുകൾ, അല്ലെങ്കിൽ ഇത് ആർക്കാണിത് ഈ ലേഖനം എഴുതപ്പെട്ട് കൊടുക്കേണ്ടത് എന്നുള്ള ചിന്തയിൽ ഈ 3 കൂട്ടർക്കായിരിക്കാം എന്ന് വേദപഠിതാക്കൾ അഭിപ്രായം. ഇതെല്ലാം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന കാര്യമാണ്. ഇന്ന് രാത്രികാലം ഇതെല്ലാം ഈ ഒരു ലേഖനം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ചില അറിവുകളായിട്ട് ഞാനിത് പങ്കുവെച്ചെന്നേ ഉള്ളൂ. ഇതൊക്കെ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ അറിഞ്ഞിരുന്നാൽ നമ്മുടെ ഈ പഠനവും നമ്മുടെ ഈ ബൈബിൾ സ്റ്റഡിയൊക്കെ മുമ്പോട്ട് പോകുമ്പോൾ ഇതെല്ലാം നമ്മളെ പല കാര്യങ്ങളിൽ വീണ്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യും.
വീണ്ടും ഇത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ ചരിത്രവും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എപ്പോഴും ദൈവവചനം പഠിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ പശ്ചാത്തലത്തിൽ നന്നായിട്ട് ഒരു പശ്ചാത്തലം മനസ്സിലാക്കിയാൽ പിന്നീട് നമ്മൾ മുമ്പോട്ട് പോകുന്തോറും പശ്ചാത്തലങ്ങൾ തന്നെ നിന്നുകൊണ്ട് നമുക്ക് പല കാര്യങ്ങൾ അതിൻ്റെ വ്യക്തത നമുക്ക് വരുത്തി തരും. അതുകൊണ്ട് എപ്പോഴും ആ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി എന്ന് പറയുന്നത് ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ആ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പുസ്തകങ്ങളും ലേഖനങ്ങളും ഒക്കെ നന്നായിട്ട് പഠിക്കാനായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് കഴിയും. ഞാൻ ആ ഭാഗം അവിടെ നിർത്തുകയാണ്. ഇന്ന് നമുക്ക് ഈ ലേഖനത്തിൻ്റെ ആരംഭവാക്യം 1-2 വാക്യങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് വായിക്കാം. ഹെബ്രൂസ് ചാപ്റ്റർ 1 വേഴ്സ് 1 and 2. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. ഇതിനകത്ത് ദൈവപുത്രൻ അല്ലെങ്കിൽ ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് വെളിപ്പെടുത്തിയ വെളിപ്പാടിനെക്കുറിച്ച് ലേഖനകർത്താവ് വ്യക്തമാക്കുകയാണ്. അതിൽ ഒന്നാമത്തെ കാര്യം ലേഖനകർത്താവ് പറയുന്നത് ഇൻ ദ പാസ്റ്റ് അല്ലെങ്കിൽ പണ്ട്, ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തത്. അപ്പോൾ ദൈവം ദ വൺ ഹൂ ഈസ് ഇൻ ദി പാസ്റ്റ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വലിയ കാര്യം, ദ ഗോഡ് ഹൂ വാസ്, ദൈവം പണ്ട്. ഇത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിനോട് വളരെ ചേർത്ത് നമുക്ക് പഠിക്കാൻ കഴിയുന്നൊരു വാക്യമാണ്. ആദിയിൽ ദൈവം ആകാശവും, ആദിയിൽ ദൈവം. അതുപോലെ തന്നെ എബ്രായ ലേഖനകർത്താവും ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും. പ്രൈസ് ദി ലോർഡ്. ഇൻ ദ ബിഗിനിങ്. അപ്പോൾ ഇത് ഒരു വലിയ കാര്യം നമ്മെ ഓർപ്പിക്കുകയാണ്. ദ ഫസ്റ്റ് തിങ്, ദ ഗോഡ് ഈസ്, ദൈവമുണ്ട്. ദൈവം പണ്ട് ഭാഗമായും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്ത്. 2 കാര്യങ്ങൾ അതിനകത്ത് ലേഖനകർത്താവ് അടിയുറച്ചു വിശ്വസിപ്പിക്കാൻ, അല്ലെങ്കിൽ തൻ്റെ വായനക്കാർ അല്ലെങ്കിൽ ഈ ലേഖനം വായിച്ച് കേൾക്കുന്നവർ മനസ്സിലാക്കാനായിട്ട് പറയുകയാണ്. ഗോഡ് ഈസ് ദെയർ, ദൈവം ഉണ്ട്. ഗോഡ് എക്സിറ്റ്സ്, ദൈവം നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം ഇന്ന് ലോകത്ത് പലയിടങ്ങളിലും ദൈവമില്ല എന്ന് വാദിക്കുന്ന എയ്ത്തിസ്റ്റുകൾ, ലോകത്തിൽ ദൈവമുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അസ്തിത്വം ഇല്ല എന്ന് വാദിക്കുന്ന ഒരു വലിയ സമൂഹം നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഇപ്പോൾ എയ്ത്തിസ്റ്റുകളുടെ എണ്ണം കൂടിക്കൊണ്ട് വരികയാണ്. സാമൂഹിക മാധ്യമങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഒത്തിരി ആളുകൾ അതിൻ്റെ പിന്നാലെ ദൈവമില്ല എന്ന് വിശ്വസിക്കുകയും ദൈവമില്ല എന്ന് പറയത്തക്ക നിലയിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അനേകർ ദൈവമില്ല എന്ന് വാദിക്കുന്നവരുടെ ഒരു സംഘം അതിൻ്റെ ഗ്രൂപ്പുകളിൽ അംഗങ്ങളായി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ലേഖനകർത്താവായ ഈ വ്യക്തിയുടെ ആ വാക്കുകൾ വളരെ വ്യക്തമാണ്. ദൈവം പണ്ട് മുതലേ ഉണ്ട്. ഗോഡ് ഈസ് വൺ ഹൂ ഈസ് എക്സിസ്റ്റിംഗ് ഫ്രം ദി ഏർലി ടൈംസ്. ദൈവം പണ്ട് മുതലേ ഉള്ളവനാണ്. ഹീ ഈസ് നോട്ട് എ ഫാബ്രിക്കേറ്റഡ് മിസ്റ്ററി. He is not a fabricated story. God is not someone who is been fabricated or made by human. ദൈവം പണ്ട് മുതലേ ഉള്ളവൻ. God is the one in the long ago. 2, അവിടെ പറയുന്നത് God is the one who speaks. God has spoken. ദൈവം പണ്ട് സംസാരിച്ചത് എന്നതാണ് 2-മത്തെ ഭാഗം അവിടെ വായിക്കുന്നത്. ദൈവം സംസാരിച്ചു. എങ്ങനെയൊക്കെയാണ് ദൈവം സംസാരിച്ചിട്ടുള്ളത്? ദൈവത്തിന് പല ഓപ്ഷൻസ് ഉണ്ട് സംസാരിക്കാനായിട്ട്. ഇനിയും പ്രവാചകന്മാരോ ഒന്നുമില്ലെങ്കിൽ തന്നെ അവിടെ പറയുന്നുണ്ട് ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും, ഇൻ മെനി വേയ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്.
ദൈവത്തിന് സംസാരിക്കാൻ കേവലം മനുഷ്യൻ്റെ വാക്കുകൾ, മനുഷ്യൻ്റെ നാവുകൾ വേണമെന്നില്ല. സങ്കീർത്തനം 19 നമ്മളെ ഓർപ്പിക്കുന്നത് ആകാശവിധാനം ദൈവത്തിൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ദ ഹെവൻസ് ആൻഡ് ദ സ്കൈസ് ഡിക്ലെയർസ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ മഹത്വത്തെ എന്ത് ചെയ്യുന്നു? വർണ്ണിക്കുന്നു. സോ വെരി ക്രിയേഷൻ ഇറ്റ് സെൽഫ് സ്പീക്സ് അബൌട്ട് ഗോഡ്. നമ്മൾ ഈ ചുറ്റിനും നോക്കുന്ന ഈ പ്രപഞ്ചത്തെ ഒന്ന് നോക്കിയാൽ നമുക്ക് തന്നെ അതിശയം തോന്നുന്ന പല കാര്യങ്ങളുണ്ട്, അല്ലേ? ചില സമയത്ത് ആകാശത്തേക്ക് ഒന്ന് ചുമ്മാ നോക്കണം. ഈ ഗോളം അല്ലെങ്കിൽ ഈ പ്രപഞ്ചം എന്ന് പറയുന്ന യൂണിവേഴ്സ് എന്ന് പറയുന്നതിനകത്ത് ഒരു ചെറിയ പൊട്ട് പോലെ കിടക്കുന്ന ഈ കൊച്ചു ഗ്രഹമായിരിക്കുന്ന ഈ ഭൂമിയിലകത്ത് ഇത്രയും കോടി ജനങ്ങൾ താമസിക്കുന്നു. ഇതുപോലെ തന്നെ പ്രപഞ്ചത്തിന് അനന്തവിഹാസമായിട്ട് ഒരു ഇൻഫിനിറ്റായിട്ട് കിടക്കുന്ന മറ്റ് ഗ്രഹങ്ങളും അതിൻ്റെ ക്രമീകരണങ്ങളും ഗാലക്സീസും പിന്നെ മറ്റ് ക്രമീകരണങ്ങളും. ഈവൻ സയൻറ്റിസ്റ്റ് പറയുന്നത് ഇതുപോലുള്ള യൂണിവേഴ്സിന് മൾട്ടിപ്പിൾ യൂണിവേഴ്സ് വരെ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ കാണുന്ന പ്രപഞ്ചം പോലെ മറ്റിടങ്ങളിലുണ്ടെന്നാണ് പറയുന്നത്. അത് ഇതുവരെ മനുഷ്യനോ സയൻറ്റിഫിക്കലി ഒന്നും കാണാനോ കണ്ടെത്താനോ സാറ്റലൈറ്റോ ഒന്നും വിടാൻ കഴിയാത്തതായ സ്ഥലങ്ങളിൽ പോലും മറ്റ് യൂണിവേഴ്സ് ഉണ്ടെന്ന് ആളുകൾ പറയുന്നു. അപ്പോൾ തന്നെ ഈ ലോകം, അതിൻ്റെ ക്രമീകരണവും അതിൻ്റെ ഈ ആക്സിസ് അച്ചുതണ്ടിൽ ഈ ഭൂമി കറങ്ങുന്നതുമെല്ലാം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഇതൊന്നും ഒരു ഡിസൈനറോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ദൈവിക ശക്തി ഇല്ലാതെ ഇതൊന്നും നിലനിൽക്കുകയില്ല. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഈ ഭൂമി നമ്മളിവിടെ ഇരിക്കുമ്പോൾ തന്നെ എത്ര ആയിരക്കണക്കിന് കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് സഞ്ചരിക്കുമ്പോൾ ഈ ഭൂമിയോളം തന്നെ വലിപ്പമുള്ള പല ഗ്രഹങ്ങളും പല നക്ഷത്രങ്ങളും അതും ഇതുമെല്ലാം ഇതിൻ്റെ ഇടയിലൂടെയെല്ലാം അതിൻ്റെ ഓർബിറ്റിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഒരു വെള്ളം തിളപ്പിക്കുമ്പോൾ അതിനകത്ത് ഈ കുമിളുകൾ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നത് പോലെ ഈ ഭൂമിയും അതിൻ്റെ ക്രമീകരണങ്ങളും മറ്റ് ഗ്രഹങ്ങളും എല്ലാം സിഗ്സാക്കായിട്ടും എല്ലാം അങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിൻ്റെ ആ ആംഗിളിൽ, അതിൻ്റെ ആ ഒരു ചരിവിന്, അതിൻ്റെ ആ പ്രപ്പോർഷന്, അതിൻ്റെ ആ എനർജിക്ക് ഇച്ചിരെങ്കിലും ഒരു ചെറിയ ഡിഫ്ലക്ഷൻ വന്നാൽ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടി തകർന്ന് താഴെ പോവും. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തരിപ്പണമായി പോവും. ഇപ്പം ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു ഗ്രഹം ഭൂമിക്ക് നേരെ അടിച്ചു വിട്ട് വരികയാണെങ്കിൽ ഇത് തമ്മിൽ കൂട്ടിമുട്ടിയാൽ ഭൂമിയൊക്കെ അന്നേരം പൊടിഞ്ഞു പോകും. കാരണം ഭൂമിയെക്കാട്ട് വലിപ്പമുള്ള ഗ്രഹങ്ങളുണ്ട്, നക്ഷത്രങ്ങളുണ്ട്. ഇതൊക്കെ അങ്ങോട്ട് വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ഭൂമിയൊക്കെ അന്നേരം പൊടിഞ്ഞു പോകും. അപ്പോൾ ഇതൊന്നും അങ്ങനെ സംഭവിക്കാതെ അതിൻ്റേതായ ക്രമീകരണത്തിൽ, അതിൻ്റേതായ ആ നിലയിൽ ഇതിനെ ക്രമീകരിച്ചിരിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഒരു കാര്യം വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ദൈവം വിവിധമായിട്ട് നമ്മളോട് സംസാരിക്കുന്നു. സോ വൺ തിങ്, ഹി സ്പീക്സ് ത്രൂ ദ ക്രിയേഷൻ. ദൈവം ഈ പ്രപഞ്ചത്തിലൂടെ, തൻ്റെ സൃഷ്ടിയിലൂടെ നമ്മളോട് സംസാരിക്കുന്നു. അപ്പോൾ ദൈവം വിവിധമായിട്ട് പറയുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു ഭാഗം ഒരു പ്രവാചകൻ്റെ വാക്ക് പോലും ഇല്ലാതെ ദൈവത്തിന് സംസാരിക്കാൻ കഴിയുന്നു. ഇനി അതല്ല, ദൈവം സംസാരിക്കുന്ന മറ്റൊരു മെത്തേഡ്സാണ് പ്രൈസ് ദി ലോർഡ് ത്രൂ ദ പ്രോഫറ്റ്സ്. പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് നമ്മൾക്ക് തിരിച്ചറിയാനായിട്ട് തിരുവചനമായി ഇന്ന് നമ്മുടെ കരങ്ങളിലുണ്ട്. സോ ദ റിട്ടൺ വേർഡ്, ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് സംതിങ് ദാറ്റ് ഗോഡ് ഈസ് സ്പീക്കിംഗ് ടു അസ്. പ്രിയപ്പെട്ടവരെ, ഈ തിരുവചനം വായിക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ എന്താ വായിക്കുന്നത്? കുറച്ച് ലെറ്റേഴ്സ് അല്ല വായിക്കുന്നത്. നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ തിരുവചനം ധ്യാനിക്കുമ്പോൾ, വായിക്കുമ്പോൾ, വി ആർ ലിസണിങ് ടു ദ വോയിസ് ഓഫ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുകയാണ്. കാരണം പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇത് എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് നമ്മുടെ കരങ്ങളിൽ തന്നിട്ടുണ്ട്. പ്രവാചകന്മാർ അരുളി ചെയ്തത് നമ്മുടെ കരങ്ങളിൽ ദൈവം തന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ തിരുവചനം എന്ന് പറയുന്നത് സാക്ഷാൽ ദൈവത്തിൻ്റെ വചനമാണ്. ഈ തിരുവചനം എന്ന് പറയുന്നത് സാക്ഷാൽ ദൈവത്തിൻ്റെ അതിമഹത്തായ വചനമാണ്. വിവിധമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇൻ ഡിഫറെൻറ്റ് പോർഷൻസ്, ഇൻ മെനി വേയ്സ്, ഇൻ മെനി പോർഷൻ, ഭാഗമായിട്ട്. അതെ, ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? ഭാഗമായിട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിനോട്ട്സ് ദാറ്റ്
പഴയ നിയമത്തിൽ ഏകദേശം 39 പുസ്തകങ്ങളാണുള്ളത്. ഈ 39 പുസ്തകങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ദൈവത്തെക്കുറിച്ച് ദൈവം സംസാരിക്കാനുള്ളത് ഭാഗമായിട്ട് പറയുകയാണ്. ഉൽപ്പത്തി പറഞ്ഞത്, പുറപ്പാട്ടിൽ വേറെ പറയുന്നു, ലേവ്യ പുസ്തകത്തിൽ വേറെ പറഞ്ഞു, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ, പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ, സങ്കീർത്തനങ്ങളിൽ, അങ്ങനെ വേണ്ട 39 പുസ്തകങ്ങളിലും ലൂടെ ദൈവം ഇൻ ഡിഫറെൻറ്റ് പോർഷൻസ് ദൈവം എന്ത് ചെയ്യുന്നതാണ്? സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഗോഡ് ഹാസ് ബീൻ സ്പീക്കിംഗ് ടു അസ് ഇൻ ഡിഫറെൻറ്റ് പോർഷൻസ് ഇൻ മെനി വേയ്സ്. ദൈവത്തിന് നമ്മളോട് സംസാരിക്കാൻ പല ഉപാധികളുണ്ട്. പ്രവാചകന്മാരുടെ വാക്കുകളിലൂടെ, നമ്മുടെ ദർശനങ്ങളിലൂടെ ഒക്കെയും ദൈവത്തിന് നമ്മളോട് ഇടപെടാനായിട്ട് കഴിയും. ആ ദൈവം നമ്മളോട് ഇടപെടുന്നു എന്ന് ഓർക്കുമ്പോൾ ദൈവത്തിന് നമുക്കൊന്ന് സ്തോത്രം ചെയ്യാൻ കഴിയും. ദൈവത്തിന് എന്നോട് സംസാരിക്കാൻ കഴിയുന്നുണ്ട്, ദൈവത്തിന് എന്നോട് ഇടപെടാൻ കഴിയുന്നുണ്ട്, ദൈവത്തിന് എന്നോട് ഹി ക്യാൻ സ്പീക്ക്. ഗോഡ് ഹാസ് സ്പോക്കൺ. എന്നാൽ ദൈവം ഭാഗമായിട്ടും വിവിധങ്ങളായിട്ടും സംസാരിച്ചത് ഇറ്റ് വാസ് സ്റ്റിൽ ഇൻകംപ്ലീറ്റ്. അത് പൂർണ്ണമായിട്ട് സംസാരിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. ഒരു കാലഘട്ടം വരെ, അല്ലെങ്കിൽ ഒരു സമയം വരെ ദൈവം സംസാരിച്ചത് ഇറ്റ് വാസ് ഇൻകംപ്ലീറ്റ്. ഗോഡ് ഹാസ് സ്പോക്കൺ ബട്ട് ഇറ്റ് വാസ് ഇൻകംപ്ലീറ്റ്. പൂർണ്ണമായിട്ട് എന്ത് ചെയ്തില്ല? അത് സംസാരിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ പിന്നീട് ലേഖനകർത്താവ് പറയുന്നത്, ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നു. സോ വാട്ട് ഹാസ് ബീൻ സ്പോക്കൺ ഇൻ ദ ഏജസ് ലോങ് എഗോ വാസ് ഇൻകംപ്ലീറ്റ്. But in the end times, in this last days, has spoken to us in his Son. യേശു ക്രിസ്തു മുഖാന്തരം എന്ത് ചെയ്യുന്നു? In the present, God is speaking through Jesus Christ. ഈ അന്ത്യകാലത്ത് ക്രിസ്തു മുഖാന്തരം, അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നു. അവൻ തന്നെ സകലത്തിനും അവകാശിയാക്കി വെച്ച് അവൻ മുഖാന്തരം ലോകത്തെ ഉണ്ടാക്കി. സോ ക്രൈസ്റ്റ് ഈസ് ദ വൺ ഹു ഈസ് കണ്ടിന്യൂയിങ് the speech. Christ is continuing, but it is purely contrasting with what has others said. കാരണം പ്രവാചകന്മാർ പറഞ്ഞതും ഒക്കെയും ഭാഗികമായിരുന്നു, അതിന് പൂർണ്ണതയില്ലായിരുന്നു. എന്നാൽ എന്നാണോ ഈ ദൈവം യേശുക്രിസ്തുവിലൂടെ നമുക്ക് വേണ്ടി വെളിപ്പെട്ട് വന്നത്, അന്നാണ് അത് പൂർണ്ണമാക്കപ്പെട്ടത്. സോ അൺടിൽ ദെൻ ഇറ്റ് വാസ് നോട്ട് ഫുൾഫിൽഡ്. എന്നാൽ ദൈവം സംസാരിക്കുന്നുണ്ട്. ദൈവം നമ്മളോട് സംസാരിക്കുന്നത് യേശുക്രിസ്തു മുഖാന്തരം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എന്നാൽ ദൈവം യേശുക്രിസ്തു മുഖാന്തരം സംസാരിച്ചത് ഇറ്റ് ഈസ് റൈറ്റ്ലി ഓപ്പോസിറ്റ് ഓർ റൈറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം വാട്ട് ദി പ്രോഫറ്റ്സ് ഹാവ് സെഡ്, ബിക്കോസ് ദ പ്രോഫറ്റ്സ് ഹാസ് സെഡ് വിത്തിൻ ദെയർ ലിമിറ്റഡ്നെസ്, ബട്ട് Christ is one which is called the fullness of God itself. ദൈവത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് ആ ക്രിസ്തുവിൽ നമുക്ക് വെളിപ്പെടുവാനായിട്ടിടയായി തീർന്നു. So Christ is contrasting with the prophets. അപ്പോൾ പ്രോഫറ്റ്സ് പറയുന്നതിൽ നിന്നാണ് വ്യത്യസ്തമായിട്ട് യേശു ക്രിസ്തു ഈ അന്ത്യകാലത്ത് എന്നോടും നിങ്ങളോടും സംസാരിക്കുന്നു. ഇന്ന് ഈ രാത്രികാലവും നമ്മൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളേണ്ടത്, ഇന്ന് ഈ രാത്രിയിലും യേശു ക്രിസ്തു മുഖാന്തരം നമ്മളോട് സംസാരിച്ചതാണ് പുതിയ നിയമമായി, തിരുവചനമായി നമ്മുടെ മധ്യത്തിൽ വെളിപ്പെട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ വാട്ട് എവർ വി വാണ്ട് ടു ലേൺ, ലിസൺ, ഇറ്റ് ഷുഡ് ബി ക്രൈസ്റ്റ് സെൻറ്റേർഡ്. പ്രവാചകന്മാർ പഴയ നിയമത്തിൽ പറഞ്ഞത് അത് ആ കാലഘട്ടത്തിൽ, ന്യായപ്രമാണത്തിൻ്റെ കാലഘട്ടത്തിലൂടെ അതെല്ലാം പൂർണ്ണതയിലേക്കെത്തി. ഇന്ന് നമ്മൾ കേൾക്കുന്നത് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ്. ഇന്ന് നമ്മൾ കേൾക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ ശബ്ദമാണ്. യേശു ക്രിസ്തുവിലൂടെയുള്ള ഭാഷണമാണ് ഇന്ന് നമ്മുടെ കാതുകളിൽ കേൾക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇൻ ടുഡേയ്സ് ഇൻറ്റർപ്രിട്ടേഷൻ, അപ്പോൾ ഇത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യാഖ്യാനത്തെക്കുറിച്ച് തന്നെയാണ് 1-2 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. പുത്രൻ മുഖാന്തരം നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നത് ഈ തിരുവചനം എന്ത് ചെയ്യുന്നു? ഇറ്റ് ഷുഡ് ബി ക്രൈസ്റ്റ് സെൻറ്റേർഡ്. അപ്പോൾ ഞാനൊരു കാര്യം, ഒരു ആപ്ലിക്കേഷൻ എന്ന നിലയിൽ ചില കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ. നമ്മൾ തിരുവചനം ഒക്കെയും വായിക്കുമ്പോൾ
അവിടെയെല്ലാം ആരെ കാണാൻ കഴിയണം? യേശു ക്രിസ്തുവിനെ കാണാൻ കഴിയണം. തിരുവചനത്തിൽ എവിടെ നിന്ന് എന്ത് വ്യാഖ്യാനിച്ചാലും അത് എവിടെ കണക്ട് ചെയ്യപ്പെടണം? യേശു ക്രിസ്തുവിൽ കണക്ട് ചെയ്യപ്പെടണം. കാരണം യേശു ക്രിസ്തുവിലൂടെയാണ്, പുത്രൻ മുഖാന്തരമാണ് ഈ അന്ത്യകാലത്ത് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പഴയ നിയമം തുറന്നാലും പുതിയ നിയമം തുറന്നാലും എവിടെ തുറന്നാലും ആരെ കാണാൻ കഴിയണം? യേശു ക്രിസ്തുവിനെ കാണാൻ കഴിയണം. ഒന്നുകൂടെ കൃത്യതയോട് പറഞ്ഞാൽ, ഓൾ അവർ ഇൻ്റർപ്രിട്ടേഷൻ ഷുഡ് ബി ക്രിസ്റ്റോളജിക്കൽ ഓൾ അവർ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദി ബൈബിൾ ഷുഡ് ബി ക്രിസ്റ്റോളജിക്കൽ. അത് ക്രിസ്തു കേന്ദ്രിതമായിരിക്കണം. ക്രിസ്തുവിനെ കൂടാതെ ഒരു സംഗതിയും നമ്മുടെ വ്യാഖ്യാനങ്ങളിൽ ഉണ്ടാകരുത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ടവരെ, പല ഉപദേശങ്ങൾ കേൾക്കുമ്പോഴും ഈ അന്ത്യകാലഘട്ടത്തിൽ നമുക്ക് ഒത്തിരി ഉപദേശങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. നമുക്ക് ഒത്തിരി ദുരുപദേശങ്ങൾ നമ്മൾക്ക് കേൾക്കുന്നുണ്ട്. നമ്മൾ അതും ഇതുമൊക്കെ പല നിലകളിലുള്ള ദുരുപദേശങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്നാൽ ദുരുപദേശങ്ങൾ കേൾക്കുമ്പോൾ അതിനെ വിവേചിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല മാർഗം, ഇഫ് ഇറ്റ് ഈസ് നോട്ട് ക്രൈസ്റ്റ് സെൻറ്റേർഡ്, അത് ക്രിസ്തു കേന്ദ്രിതമല്ലെങ്കിൽ, ക്രിസ്തുവിനെ കണക്ട് ചെയ്യുന്നതല്ലെങ്കിൽ, ഓർത്തോണം, ദാറ്റ് ഈസ് അതെന്താണ്? ഒരു തെറ്റായ ഡോക്ട്രിനാണ്, തെറ്റായ ഉപദേശമാണ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ ഉപദേശം, നമ്മളോട് ദൈവം സംസാരിക്കുന്നത് ഈ അന്ത്യകാലത്ത് യേശു ക്രിസ്തു മുഖാന്തരമാകയാൽ, എവറി വേർഡ്, എവറി സ്പീച്ച് ദാറ്റ് ഷുഡ് ബി ക്രൈസ്റ്റ് സെൻറ്റേർഡ്. അപ്പോൾ ഈ അന്ത്യകാലത്ത് നമ്മൾ പല ഉപദേശങ്ങൾ കേൾക്കുമ്പോഴും, പല ആലോചനകൾ കേൾക്കുമ്പോഴും, പല ദൂതുകൾ കേൾക്കുമ്പോഴും, പ്രസംഗങ്ങൾ കേൾക്കുമ്പോഴും, എവിടെ കേട്ടാലും ക്രിസ്തു അവിടെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ക്രിസ്തു ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ ഈ പ്രവചനത്തിൽ അല്ലെങ്കിൽ ഈ എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന വസ്തുത, അതിൻ്റെ തിരുവചനത്തിൻ്റെ അടിസ്ഥാനം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാകാൻ കഴിയുകയുള്ളൂ. അതോ ഡു നോട്ട് അക്സെപ്റ്റ് എനി അതർ റെവലേഷൻ. ഇന്ന് നമുക്ക് ലോകത്തിൽ പലപ്പോഴും കാണാൻ പറ്റുന്നത്, വാളെടുക്കുന്നവനെല്ലാം വെളിച്ചപ്പാടെന്ന് പറയുന്നത് പോലെ നമുക്ക് ചുറ്റിനും കാണുന്നതെല്ലാം ആൾക്കാർ വിളിച്ചു പറയുന്നത് പല പല വെളിപ്പാടുകളാണ്. ദൈവത്തിൻ്റെ വെളിപ്പാടാന്ന് പറഞ്ഞങ്ങ് തട്ടി വിടുക. ദൈവത്തിൻ്റെ വെളിപ്പാടെന്ന് പറഞ്ഞ് പലതും നമ്മൾ കേൾക്കുന്നു. ദൈവം എന്നോട് സംസാരിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ പലതും കേൾക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടു, ഒക്കെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ഇടപെടും, നമ്മളോട് സംസാരിക്കും, എല്ലാവരോടും സംസാരിക്കും. അപ്പോൾ നമുക്ക് പരിശോധിക്കാൻ കഴിയുന്ന ഒരു മാർഗമെന്ന് പറയുന്നത് അത് ക്രിസ്തു കേന്ദ്രിതമാണോ എന്നുള്ളതാണ്. ക്രിസ്തുവിൽ നിന്ന് ഉത്ഭവിക്കാത്തതെല്ലാം, പ്രൈസ് ദി ലോർഡ്, ക്രിസ്തുവിൽ നിന്ന് കണക്ട് ചെയ്യപ്പെടാത്തതെല്ലാം എന്താണ്? അത് ദുരുപദേശമാണ്. ക്രിസ്തുവുമായി ബന്ധമില്ലാത്തതെല്ലാം ദുരുപദേശത്തിൻ്റെ പാർട്ടായിട്ട് അവസാനിക്കുകയാണ്. പ്രിയരെ, നമുക്ക് ഈ കാലഘട്ടത്തിൽ ഒത്തിരി കേൾക്കാനായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. നമുക്ക് സോഷ്യൽ മീഡിയാസ് ഉണ്ട്, അതുണ്ട്, മറ്റ് മീഡിയാസ് എല്ലാം ഉണ്ട്. നമ്മൾ ധാരാളം കേൾക്കുന്നവരാണ്. എന്നാൽ ക്രിസ്തു മുഖാന്തരമുള്ള, ക്രിസ്തുവിനാൽ കണക്ട് ചെയ്യപ്പെടാത്തതൊന്നും, ഡു നോട്ട് അക്സെപ്റ്റ് എനി ന്യൂ റെവലേഷൻ. പുതിയൊരു വെളിപ്പാടെന്ന് പറയുന്നതിനെല്ലാം എതിർക്കണം. കാരണം അവിടെ ക്രിസ്തു കാണത്തില്ല, അവിടെ ക്രിസ്തു ഉണ്ടായിരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഈ തിരുവചനത്തെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയണം. വി നീഡ് ടു യൂസ് ദ ബൈബിൾ ടു നോ ക്രൈസ്റ്റ്. ഈ ബൈബിളില്ലാതെ ഒരു ക്രിസ്തുവിനെയും ആർക്കും പ്രസംഗിക്കാൻ കഴിയത്തില്ല. ഈ തിരുവചനമില്ലാതെ ആർക്കും ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ കഴിയത്തില്ല. തിരുവചനത്തിൻ്റെ മാർമിക വിഷയങ്ങളില്ലാതെ ആർക്കും ക്രിസ്തുവിനെ പ്രസംഗിക്കാനായിട്ട് കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് തിരുവചനമില്ലാതെയും അനേകയിടങ്ങളിൽ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നുണ്ട്. ആളുകൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ക്രിസ്തുവിനെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ആളുകൾക്ക് വേണ്ട രീതിയിൽ ക്രിസ്തുവിനെ വളച്ചൊടിക്കുന്നുണ്ട്. ആളുകൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു പിടിപ്പിക്കുന്നുണ്ട്. ഞാൻ സാധാരണ പറയാറുണ്ട്, യേശു വല്ലതും അങ്ങനെ നേരിട്ട് കേട്ടിരുന്നെങ്കിൽ യേശു തന്നെ സ്റ്റക്കായി പോയേനെ, എന്ത് ചെയ്യണമെന്നറിയാതെ യേശു തന്നെ ആകെ വണ്ടറായി പോയേനെ പലപ്പോഴും യേശുവിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ യേശുവിനെക്കുറിച്ച് പറയുന്നതും എല്ലാം തന്നെ ഈ തിരുവചനത്തിൽ നിന്ന് തന്നെയാണ് സംസാരിക്കപ്പെടേണ്ടത്. യേശു ക്രിസ്തുവും നമ്മളോട് ഇടപെടുന്നതും ഈ തിരുവചനത്തിലൂടെ തന്നെയാണ്. അത് ഈ രാത്രിയിൽ നമുക്ക് കേൾക്കാൻ കഴിയുമ്പോൾ, അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും
ദി വെരി ഇൻ്റർപ്രിട്ടേഷൻ, യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള നമ്മുടെ വ്യാഖ്യാനം, യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകൾ, യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള നമ്മുടെ ധ്യാനങ്ങളെല്ലാം ഈ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ഈ തിരുവചനം നമ്മളോട് ഹൃദ്യമായി ഇടപെടുന്നില്ല എങ്കിൽ, വാസ്തവമായി തിരുവചനം നമ്മളോട് ഹൃദ്യമായി സംസാരിക്കുന്നില്ലെങ്കിൽ ക്രിസ്തുവിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഇന്ന് 2 ആശയങ്ങൾ മാത്രമാണ് നിങ്ങളോട് സംസാരിച്ചത്. ഗോഡ് ഈസ് ഇൻ ദിസ് ഗോഡ് ഹാസ് ഇൻ ദ പാസ്റ്റ് has spoken to us. God in the present has revealed through Jesus Christ. ഇന്ന് ദൈവം യേശുക്രിസ്തുവിലൂടെ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ ഇന്നും നമുക്ക് കേൾക്കാൻ കഴിയും. ഇമമായ എന്ന വാക്കുകൾ നമ്മൾ ഈ തിരുവചനം തുറന്നു വായിച്ചാൽ മതി. ദൈവം നമ്മളോട് സംസാരിക്കുന്നത് പുത്രൻ മുഖാന്തരം നമുക്ക് കേൾക്കാൻ കഴിയും. എത്ര പേർക്ക് രാത്രികാലം തങ്ങളെ തന്നെ സമർപ്പിച്ചു കൊടുക്കുക. ഞാൻ എൻ്റെ വാക്കുകളെ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് രാത്രികാലം കേൾക്കപ്പെട്ടതായ വചനം എത്രത്തോളം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ കഴിയും. ഇബ്രായ ലേഖനത്തിലൂടെയുള്ള നമ്മുടെ ഈ ഒരു ഡിസ്കവറി നമുക്ക് അധികം ദൈവിക മാനങ്ങൾ, ദൈവിക സത്യങ്ങൾ നമ്മൾക്ക് കേൾക്കാനുള്ള അവസരങ്ങളായി മാറട്ടെ. ഇന്ന് രാത്രികാലം കേൾക്കപ്പെട്ടതായ വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? കേൾക്കപ്പെട്ടതായ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് സംഗ്രഹിക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. ദൈവം പണ്ട് ഭാഗമായിട്ട് വിവിധങ്ങളായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം അന്ന് അരുളി ചെയ്തത് ഇന്ന് യേശുക്രിസ്തുവിലൂടെ നമുക്ക് കേൾക്കാൻ കഴിയാൻ, നമുക്കതിൻ്റെ കാതുകൾ യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ കേൾക്കാനായി, യേശുക്രിസ്തുവിൻ്റെ ശബ്ദം കേൾക്കാനായി നമ്മുടെ ഹൃദയം ഹല്ലേലൂയ ഏൽപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ, അത് കേൾക്കാൻ കഴിയാനായി നമ്മുടെ ഹൃദയങ്ങൾ റെഡിയാണെങ്കിൽ തീർച്ചയായിട്ടും ക്രിസ്തു നമ്മളോട് സംസാരിക്കും. നമ്മുടെ വ്യാഖ്യാനങ്ങളിൽ, നമ്മുടെ ചിന്തകളിലെല്ലാം യേശുക്രിസ്തു തന്നെ നിഴലിച്ച് നിൽക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും